ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഈ പോഴന്മാർക്ക് കണക്കൊക്കെ നോക്കി ബേസിക്കലി റിസർച്ച് ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ കണക്ക് പോലും പറയാതെ നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ അങ്ങോട്ട് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ വിവരക്കേടുകൾ. ഒരു ഭരണ വിരുദ്ധ വികാരം സൂചിപ്പിക്കാൻ വേണ്ടിയായിരിക്കില്ലേ അവരങ്ങനെ ചെയ്യുന്നത്. തിരുവനന്തപുരത്തുള്ള ചില മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് വലിയ പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിൽ 30,000-ഓളം വരുന്ന വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. ബി.ജെ.പിയുടെ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് തങ്ങൾക്ക് നേട്ടമുള്ള മണ്ഡലങ്ങളിൽ ബി.ജെ.പി വിരുദ്ധ വോട്ടുകൾ മനഃപൂർവ്വം ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്ന് തോന്നുന്നു. ഏതാണ്ട് ബാക്കി വടകരയിലും ആലത്തൂരും മാത്രം 4% വോട്ടുകൾ വർദ്ധിക്കുമ്പോൾ ഇവിടെ വർദ്ധിച്ചേക്കുന്നത് 11% വോട്ടുകളാണ് 2019 വർധനയുമായിട്ട് കണക്ക് കൂട്ടുമ്പോൾ. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇതിനെക്കുറിച്ച് വിശദമായി വേണ്ട വിധത്തിൽ പഠിച്ചിട്ടില്ല. സർ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 2% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ 2% വർധനവ് ട്രെൻഡ് UDFന് അനുകൂലമാക്കുകയാണോ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? ഒന്നാമത്തത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ഇന്നലെ മുതൽ കൊട്ടിക്കൊഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഭയങ്കരമായിട്ടുള്ള വർധനവ് ഉണ്ടായി വോട്ടിംഗ് പെർസെൻറ്റേജിൽ. അതായത് ഏഷ്യാനെറ്റൊക്കെ പറയുന്നത് ജനങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങി എന്നൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഈ പോഴന്മാർക്ക് കണക്കൊക്കെ നോക്കി ബേസിക്കലി റിസർച്ച് ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എന്താണ് യാഥാർത്ഥ്യം? SIRൽ കഴിഞ്ഞ തവണ 9 ലക്ഷത്തോളം വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടു. 2 ലക്ഷത്തോളം വോട്ടുകൾ പിന്നീട് ചേർക്കപ്പെട്ടു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണല്ലോ, ഏതാണ്ട് 7 ലക്ഷത്തോളം വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് എന്ത് ചെയ്തു, കുറഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൽ നമുക്ക് ചില കണക്കുകൾ കൂടി ഏറ്റവും ആദ്യം ഒന്ന് പരിശോധിക്കാം. ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്തത് 2,86,62,437. മനസ്സിലായല്ലോ. അപ്പൊ ഇത്തവണത്തെ വോട്ടർ പട്ടിക ടോട്ടൽ ഉള്ളത് 2,71,42,952 പേരാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ വോട്ടിങ്ങിൽ എന്തുണ്ടായി, വലിയ തോതിലുള്ള വ്യത്യാസം വോട്ട് ഈ പറയുന്ന ഉണ്ടായി. SIR മൂലം അല്ല, അത്തരത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഒന്നുകൂടി കൃത്യമായി റെഡിയാക്കിയതുകൊണ്ട് ഉണ്ടായി. അപ്പൊ യഥാർത്ഥത്തിൽ അത് സംഭവിക്കും. ആദ്യം 100 വോട്ടുണ്ടായി, അത് 90 വോട്ടേ ഇപ്പൊ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ പെർസെന്റേജ് എടുക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും കൂടും. മനസ്സിലായോ? അതിന്റെ ഒരു നോർമൽ SIR മൂലം ഇത്രയും വോട്ടുകൾ റെഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടും കഴിഞ്ഞ നിയമസഭയിൽ നിന്നുകൊണ്ട് 2% വർദ്ധിച്ചിട്ടുണ്ടല്ലോ. SIR മൂലം ഇത്രയും വോട്ടുകൾ റെഡ്യൂസ് ചെയ്യപ്പെട്ടു, പക്ഷെ എന്നിട്ടും നമ്മൾ കഴിഞ്ഞ ഈ പെർസെന്റേജ് എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ, നിങ്ങളുടെ ടോട്ടൽ വോട്ടിൽ കുറവ് വന്നേക്കണേണ്. അപ്പൊ പിന്നെ പെർസെന്റേജ് എടുക്കുമ്പോൾ കഴിഞ്ഞവണത്തെ അത്രയും ആളുകൾ വോട്ട് ചെയ്താൽ തന്നെ ഇത് ഏതാണ്ട് 79-80% എത്തും. ഞാൻ പറഞ്ഞ കണക്ക് മനസ്സിലായോ താങ്കൾക്ക്? താങ്കളിപ്പോ 100 പേരെയാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് 100 പേര് ഇപ്പൊ വോട്ടെടുപ്പ് ഉണ്ടായി, അതിൽ കഴിഞ്ഞ തവണ 76-73% പേര് വോട്ട് ചെയ്തു പറഞ്ഞാൽ 73 പേര് വോട്ട് ചെയ്തു. കറക്റ്റ് ആണല്ലോ. ഈ 100 എന്നുള്ളത് 90 ആയി. അപ്പൊ പിന്നെ 100% ഏതാ, 90ആണ്. മനസ്സിലായ? ആ 90-ൽ നിന്ന് 73 പേര് വോട്ട് ചെയ്യുമ്പോഴത്തേക്കും എത്രയാവും? അത് ഏതാണ്ട് 78-79% എന്ത് ചെയ്യും, വരും. ഈ കണക്ക് പോലും പറയാതെ നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ അങ്ങോട്ട് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ വിവരക്കേടുകൾ. ഞാൻ താങ്കളോട് ഒരു കാര്യം പറയാം. 2021 നിയമസഭയിൽ കേരളത്തിൽ വോട്ട് ചെയ്ത ആളുകൾ എന്ന് പറയുന്നത് 2,08,00,000 അത് ചില കണക്കുകളിൽ പൊരുത്തക്കേടുകളുണ്ട്. 2,03,00,000 എന്നുള്ളത് പറയുന്നുണ്ട്. അത്രയാണ് നമ്മൾ കണക്കൂട്ട്. 2024 ലോക്സഭയിലേക്ക് വോട്ട് ചെയ്തത് ഏതാണ്ട് 2 കോടിയോളം വരുന്ന ആളുകളാണ്. മനസ്സിലായോ? 2025 ലോക്കൽ ബോഡിയിലേക്ക് വോട്ട് ചെയ്തത് 2,12,34,000 വരുന്ന ആളുകളാണ്. അപ്പൊ ഈ 2,12,00,000 ആളുകൾ വോട്ട് ചെയ്താൽ തന്നെ യഥാർത്ഥത്തിൽ എന്ത് വരും? ഈ പറയുന്ന 78-79% എന്ത് ചെയ്യും, വരും. മനസ്സിലായ? കാരണം കഴിഞ്ഞ തവണ 2,86,00,000 വോട്ടുകളുള്ളതിന് പകരം ഇത്തവണ 2,71,00,000 വോട്ടേ ഉള്ളു. അപ്പൊ 2,71,00,000 പെർസെന്റേജ് കണക്ക് കൂട്ടുമ്പോൾ കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത ആളുകൾ തന്നെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർസെന്റേജ് കൂടും. മനസ്സിലായോ? ഇനി അപ്പൊ 2,12,39,000 നിന്ന് എത്ര വോട്ടുകൾ നമ്പർ കൂടി എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. ആ നമ്പർ അറിയാൻ വേണ്ടി ഇരിക്കുന്നേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ കൂടി ചർച്ച അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞതെന്ന് പറഞ്ഞിട്ട് മറ്റേ ഭയങ്കരമായിട്ടുള്ള വോട്ടിൽ വർധനവ് കേരളത്തിലുണ്ടായിരിക്കുന്നു, ആളുകളൊക്കെ തന്നെ ഇറങ്ങി ഈ പറയുന്ന പോലെ വോട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായിരിക്കുന്നു എന്നൊക്കെ പറയുന്ന അസംബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് പൊതുവെ ഒരു ഭരണ വിരുദ്ധ വികാരം സൂചിപ്പിക്കാൻ വേണ്ടിയായിരിക്കില്ലേ അവരങ്ങനെ ചെയ്യുന്നത്? ഈ പല വികാരങ്ങളൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കാം. ഇപ്പൊ കഴിഞ്ഞ തവണ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ കുറെ മാധ്യമങ്ങൾ ഇരുന്നിട്ട് അവർക്ക് താല്പര്യമുള്ളത് കൊണ്ടിട്ട് ബീഹാറിൽ നിതീഷിനെ കടമുഴക്ക് എറിയാൻ പോകുന്നു, ജനം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, കാരണം വലിയ വോട്ട് പെർസെന്റേജിന്റെ വർധനവ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് ഇട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ എന്താണ് സംഭവിച്ചത്? അവിടെ
നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും NDA സഖ്യം അധികാരത്തിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അന്ന് NDA, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനന്ന് NDA അധികാരത്തിലേക്കാണ്, അവർക്ക് വലിയ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ താഴെയുള്ള കോൺഗ്രസ് അനുകൂലികളും അതുപോലെ CPM അനുകൂലികളുമായിട്ടുള്ള ആളുകൾ വന്നിട്ട് മത്സരിച്ച് എന്നെ ചീത്ത പറയായിരുന്നു. പിന്നെ ആ ചീത്തകളൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ല, എൻ്റെ രോമത്തെ പോലും കൊള്ളാൻ പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായില്ല. ഇതേ പാറ്റേൺ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സർവേയിലും ആവർത്തിച്ചില്ല. അതേ പറഞ്ഞ ഇതേ പാറ്റേൺ തന്നെ ഇതുപോലെയുള്ള പല കാര്യങ്ങളും എന്ത് ആവർത്തിക്കും. പിന്നെ ഈ ആളുകൾ മുഴുവൻ ഇരുന്നിട്ട് ഇപ്പം ഞാൻ ലോക്സഭാ പാനലിൽ നിങ്ങൾ അറിയേണ്ടത്, ഞാൻ 1.5 മാസം മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് 1.5 മാസം മുമ്പ് ഞാൻ കേരളത്തിലെ ക്രൈം ഓൺലൈൻ എന്ന് പറഞ്ഞൊരു മാധ്യമത്തിന് ഞാൻ ഇന്റർവ്യൂ എടുത്താണ്. ആ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ ഒരാളാണ്, അതായത് ഈ കേരളത്തിൽ പ്രശാന്ത് കിഷോർ പറയുന്നു എന്തെന്ന് ജയിക്കുമെന്ന്, കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ജയിക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ ആളുകൾ കൊട്ടിഘോഷിക്കുന്ന CP റാഷിദ് പറയുന്നു BJP വലിയ തോതിൽ നേട്ടമുണ്ടാക്കും, 300 സീറ്റിലധികം നേടും എന്ന് CP റാഷിദ് പറയുന്നു. യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു? BJPക്ക് വോട്ടുകൾ കൃത്യമായി കുറയുകയും 240 എത്തുകയും ചെയ്തു, 63 സീറ്റ്. അപ്പൊ അതുകൊണ്ട് ഈ ട്രെൻഡ് എന്നൊക്കെ പറയുന്നത് ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇപ്പൊ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതിലൊന്നും എനിക്കൊരു വിശ്വാസവും ഇല്ല. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളോട് പറയാം. എത്ര പേരാണ് ഈ കണക്ക് പരിശോധിച്ചിട്ടുള്ളത്? 140 മണ്ഡലങ്ങളിൽ 95 മണ്ഡലങ്ങളിൽ വോട്ട് കുറയുകയാണ് ചെയ്തിട്ടുള്ളത് ഈ SIR വന്നതിന് ശേഷം. മനസ്സിലായോ? ആ SIR വന്നതിന്റെ ഒരു കണക്ക് കൊടുക്കാതെ ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ചില മണ്ഡലങ്ങളിൽ BJPക്ക് വലിയ പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിൽ 30,000-ഓളം വരുന്ന വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വോട്ടുകൾ കുറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പൊ ഓരോന്നായിട്ട് എടുത്ത് നോക്കാൻ നേരില്ല. 45 മണ്ഡലങ്ങളിൽ വോട്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും പരിശോധിക്കാതെ വെറുതെ ഇരുന്ന് ഈ പറയുന്ന പോലെ മറ്റേ കാഴ്ചയില്ലാത്ത മാവേട്ട് എറിയുന്ന പോലെ എറിഞ്ഞുകൊണ്ടിരിക്കും. BJPയുടെ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. തങ്ങൾക്ക് നേട്ടമുള്ള മണ്ഡലങ്ങളിൽ BJP വിരുദ്ധ വോട്ടുകൾ മനഃപൂർവ്വം ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട്. അല്ല, അങ്ങനെ ഒരു ആരോപണം ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഉന്നയിച്ചിട്ടില്ല. നമുക്ക് അതുകൊണ്ട് അറിയില്ല. കാരണം SIR കുറിച്ച് വളരെ വ്യാപകമായിട്ടുള്ള പ്രശ്നം. ബംഗാളിലൊക്കെ തന്നെ 95 ലക്ഷത്തോളം വോട്ടുകളാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. അല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ ചർച്ച SIR കുറിച്ചല്ലല്ലോ, അതുകൊണ്ടാണ് വിട്ടേക്കാം. ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇതിനെക്കുറിച്ച് വിശദമായി വേണ്ട വിധത്തിൽ പഠിച്ചിട്ടില്ല. ഞാനടക്കമുള്ള ആളുകൾ നേരത്തെ വിചാരിച്ചിരുന്നത് ഇവരൊക്കെ ഇത് ഗംഭീരമായി നോക്കുമെന്നാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ സുരേഷ് ഗോപി തോക്കുമെന്ന് പറഞ്ഞ ഒരാൾ എങ്ങനെ ജയിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതായത് ബാക്കി ഒരു മണ്ഡലത്തിലും വർദ്ധിക്കാത്ത രീതിയിൽ അഭൂതപൂർവമായ ഒരു വർധന, ഏതാണ്ട് ബാക്കി വടകരയിലും ആലത്തൂരും മാത്രം 4% വോട്ടുകൾ വർദ്ധിക്കുമ്പോൾ ഇവിടെ വർദ്ധിച്ചേക്കുന്നത് 11% വോട്ടുകളാണ് 2019 വർധനയുമായിട്ട് കണക്ക് കൂട്ടുമ്പോൾ. ഇത് യഥാർത്ഥത്തിൽ ഈ കേരളത്തിലുള്ള വലിയ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ഞാൻ പറഞ്ഞിട്ടാണ് അറിയുന്നത്. ആദ്യം എനിക്ക് തോന്നി അവർ അറിഞ്ഞിട്ടുണ്ടാവും, എന്നെ പറഞ്ഞ് സൂചിപ്പിക്കാൻ വേണ്ടിയിരിക്കും. അല്ല, പിന്നീട് അവരെന്നോട് ഇങ്ങോട്ട് വിളിച്ച് ഡാറ്റ ഷീറ്റ് ചോദിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് അറിഞ്ഞത്. അതുകൊണ്ട് ഞാൻ താങ്കളോട് വളരെ കൃത്യമായി പറയുന്നു, ഇതിനെക്കുറിച്ചൊന്നും വളരെ വിശദമായിട്ടുള്ള പഠനമൊന്നും നടത്താതെയാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത്. എൻ്റെ കാര്യത്തിലേ ഉള്ളൂ. 2025 ലോക്കൽ ബോഡിയിൽ കിട്ടിയിട്ടുള്ള 2,12,39,039 വോട്ടുകളിൽ നിന്ന് ഒരു 3 ലക്ഷം വോട്ടുകൾ കൂടി, അല്ലെങ്കിൽ ഒരു 5, 6, 7 ലക്ഷം വോട്ട് കൂടിയാൽ നമുക്ക് മനസ്സിലാക്കാം തീർച്ചയായിട്ടും എന്താണെന്ന്. ഒരു വലിയ വോട്ടുകളുടെ വർധനവുണ്ടായിട്ടുണ്ട്. അതോ ഒരു 2, 3 ലക്ഷം വോട്ടുകൾ കൂടിയാൽ പോലും നമുക്ക് അത്തരത്തിലുള്ള വർധനവുണ്ടായി നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. ഈവൻ കഴിഞ്ഞ തവണ നിങ്ങളൊന്ന് ആലോചിക്കണം, ലോക്സഭയിൽ പോൾ ചെയ്ത നമ്പറിനേക്കാൾ 12 ലക്ഷത്തോളം വോട്ടുകൾ ഏതാണ്ട് കൂടിയിട്ടുണ്ട് ലോക്കൽ ബോഡിയിലേക്ക് വരുമ്പോൾ. അപ്പൊ അതുപോലൊരു നോർമൽ കൂടല് ഈ 2020 ഇനി 5, 6 ലക്ഷം വോട്ട് കൂടിയാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റൂ. പക്ഷെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഈ ഒരു മാസത്തേക്ക് ചാനലുകളൊക്കെ ഓടിച്ചിട്ട് പോകാനായിട്ട് ഇതെന്താണ്, ഇത് വലിയ വർധനമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നൊക്കെ പറയാം. ഇനി വേറൊരു കാര്യം പറയട്ടെ, 2016 ഇവിടുത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുതലായിരുന്നല്ലോ. അന്ന് ഇടതുപക്ഷം 90 സീറ്റുകളോടുകൂടി അധികാരത്തിൽ വന്നു. 2021 എന്താ സംഭവിച്ചത്? വോട്ടിന്റെ ഷെയർ, പോൾ ചെയ്ത വോട്ടുകളുടെ നമ്പർ കുറഞ്ഞു. ആ കുറഞ്ഞപ്പോഴേക്ക് എന്താ സംഭവിച്ചത്? LDFന് 99 സീറ്റായിട്ട് അധികാരത്തിലേക്ക് വന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ വെറുതെ ഒരു പോളിസി മാത്രമായിട്ട് പറയാവുന്ന കാലം. വോട്ട് കുറയുമ്പോൾ പൊതുവെ ട്രെൻഡ് LDFന് അനുകൂലമാണ് എന്നുള്ളതാണ്. വോട്ട് കൂടിയ ഒരു കാലഘട്ടം നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1960കളിലും 1980കളിലും ആണ് വോട്ടിംഗ് ഏറ്റവും കൂടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത്. അന്ന് ട്രെൻഡ് പൊതുവെ ആർക്കും പണ്ട് മുതലേ വെറുതെ പാടി പഴകിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ആ 80കളൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ അവസാനിച്ചു. ഇപ്പൊ വോട്ട് കൂടിയാലും കുറഞ്ഞാലും ഒന്നും അത് വെച്ചുകൊണ്ട് മാത്രം ട്രെൻഡുകളൊന്നും എടുക്കാൻ പറ്റില്ല. ന്യൂനപക്ഷങ്ങളുടെ ഒരു കൺസോൾട്ടേഷൻ ആർക്ക് അനുകൂലമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ന്യൂനപക്ഷങ്ങളുടെ കൺസോൾട്ടേഷൻ തീർച്ചയായിട്ടും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ക്രൈസ്തവരുടെ കൺസോൾട്ടേഷൻ അതിൽ മഹാഭൂരിപക്ഷവും തന്നെ ഉറപ്പായിട്ടും തന്നെ UDFന് അനുകൂലമായിട്ട്. മലബാറിലെയും സെന്റർ ഈ പറയുന്ന നമ്മുടെ കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഒരു കൺസോൾട്ടേഷൻ UDFന് അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട്. UDFന് അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട്.
കാര്യമുണ്ട്. അത് വൻതോതിലുള്ള ഒരു മാറ്റം വരുത്തില്ലേ? വൻതോതിലുള്ള സീറ്റുകളിലെ ഒരു തകിടം മറിക്കില്ലേ? താങ്കൾ ഈ ചോദിച്ചതിൽ ആകെയുള്ള എനിക്കുള്ള ഡിസഗ്രിമെന്റ് ഈ 1 എന്നുള്ളതിൽ മാത്രമാണ്. അതായത് ഞാൻ ഇലക്ഷന്റെ ഡീറ്റെയിൽസ് ഞാൻ പ്രവചിച്ചിട്ടുണ്ട്. ഞാൻ പ്രവചിച്ചപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം എനിക്ക് ആളുകളുടെ നിന്ന് ഒരുപാട് ചീത്ത കിട്ടിയത് മലബാറിലെ 5 മണ്ഡലങ്ങൾ, അതായത് കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള മണ്ഡലങ്ങൾ പരിഗണിച്ചപ്പോൾ ഞാൻ 28 സീറ്റുകൾ UDF നും 21 സീറ്റ് LDF നുമാണ് ഞാൻ പ്രവചിച്ചത്. അന്ന് പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായത്, അത്തരത്തിലുള്ള ഒരു പ്രവചനം നടത്തുമ്പോൾ ആളുകളൊക്കെ നമ്മളേതാണ്ട് മാറിയിരിക്കുന്നു എന്ന് വിചാരിച്ചു. നമ്മൾ അങ്ങനെയല്ല, വളരെ റാഷണലായി കൃത്യമായിട്ടാണ് കാര്യം പറയുന്നത്. ഇനി നിങ്ങൾ അറിയേണ്ടത്, മധ്യ കേരളത്തിലേക്ക് കൂടി വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ 51 സീറ്റുകൾ UDF നും 50 സീറ്റുകൾ LDF നുമാണ്. ഞാൻ കൃത്യമായി ഓരോ മണ്ഡലം എടുത്ത് പഠിച്ചത്. അതിൽ നിന്ന് നമ്മൾ ശരിക്കും ഇത് മുഴുവൻ മാറുന്നത് തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോഴുള്ള 39 സീറ്റുകളിൽ അവിടെയും UDF വലിയ നേട്ടമുണ്ടാക്കും. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ 4 ഉള്ളൂ, 10 കൂടി വർദ്ധിപ്പിച്ച് 14 നോക്കും. പക്ഷെ 14 നോക്കുമ്പോഴും 25 ആർക്കായിരിക്കും? LDF ന് ആയിരിക്കും. അങ്ങനെ ഒരു 73 മുതൽ 78 സീറ്റുകൾ വരെയാണ് LDF ന് കിട്ടാൻ സാധ്യതയുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒറ്റ ചോദ്യമുള്ളൂ, ഈ 99 സീറ്റുകളിൽ നിന്ന് എത്ര സീറ്റുകൾ കുറയും LDF ന് എന്നുള്ളതാണ് ഏറ്റവും $1 മില്യൺ ക്വസ്റ്റ്യൻ. അതൊരു 25 സീറ്റുകൾ വരെ കുറഞ്ഞാൽ പോലും അവർ 74 സീറ്റുകളോടുകൂടി അധികാരത്തിൽ വരും. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, 66 സീറ്റുകൾ ഉറപ്പായിട്ടും LDF പിടിക്കും. 19 സീറ്റുകളിൽ വലിയ ഫൈറ്റാണ്. അതിലൊരു 8 സീറ്റ് കൂടി പിടിച്ചാൽ പോലും ഉറപ്പായിട്ടും 74 സീറ്റുകളുമായിട്ട് അധികാരത്തിലേക്ക് എത്തും. ഇത് ഏറ്റവും ആദ്യം പറഞ്ഞ ഒരാളാണ് ഞാൻ. ഇനി ഇത് തെറ്റാൻ ശരിയാകാം നമുക്കറിയില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള റീഡിംഗ് ആണ്. ഈ 1 എന്ന് പറയുന്നത് എത്രത്തോളം എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം.